എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നാളെ 2025 ആഗസ്റ്റ് മാസം 29 ചിങ്ങമാസം 13 വെള്ളിയാഴ്ച, ചോതി നക്ഷത്രവും ഷഷ്ഠി തിഥിയും. നാളെ ഷഷ്ഠി തിഥിയാണ്. ശുഭകാര്യങ്ങൾക്കൊക്കെ ഉത്തമമായ ദിവസം. 10 മുതൽ 12 മണി വരെയാണ് രാഹുകാലം വരുന്നത്. ഈ സമയത്തൊക്കെ ശുഭകാര്യങ്ങൾ വർജിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസമായിരിക്കും നാളെ. ജന്മരാശിയുടെ 9 വ്യാഴം സഞ്ചരിക്കുകയും ശനി 6-ാം ഭാവത്തും ആദിത്യൻ 11-ാം ഭാവത്തും ചൊവ്വ 12-ലും ബുധൻ ശുക്രൻ ഇവ കർമ്മസ്ഥാനത്തും രാഹു 5-ലും കേതു 11-ലും സഞ്ചരിക്കുന്ന സമയം. 11-ാം ഭാവത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ ഈ ഒരു മാസക്കാലം പൊതുവെ ഗുണപരമായിരിക്കും. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും കേതുവിന്റെ യോഗം നിൽക്കുന്നതിനാൽ ധനനഷ്ടം വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾക്കോ സുജനങ്ങൾക്കോ ബന്ധുജനങ്ങൾക്കോ ഒക്കെ ധനം കടം കൊടുക്കാതിരിക്കാനും ഈ ഒരു മാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബുധന്റെയും ശുക്രന്റെയും കർമ്മസ്ഥാനത്തെ സ്ഥിതി തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിനും അഭിവൃദ്ധിക്കും, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും പുതിയ തൊഴിലുകളിലൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉത്തമമായ ഫലത്തെ നൽകും. ഏറെ നാളായി പ്രതീക്ഷിക്കുന്ന ജോലിയുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിന് നാളത്തെ ദിവസം ഇട നൽകുന്നതാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു യോഗം അഷ്ടമത്തിൽ നിന്ന് രാശിമാരി 9-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന്റെ യോഗമാണ്. ഭാഗ്യസിദ്ധിയും പുണ്യക്ഷേത്ര ദർശനങ്ങൾക്കൊക്കെ യോഗം നൽകുന്ന ഒരു സ്ഥിതിയാണ് 9-ാം ഭാവത്തെ വ്യാഴം. നാളത്തെ ദിവസം വിശേഷിച്ച് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ കാരണം ഏറെ കാലമായിട്ടുണ്ടായിരുന്ന മനോക്ലേശങ്ങളൊക്കെ മാറി മനോസന്തോഷത്തിന് ഇട നൽകും. ഏറെ നാളുകളായിട്ടുള്ള പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയൊക്കെ ഫലം സിദ്ധിയും കൂടി നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. ശനിയുടെ 6-ാം ഭാവത്തിന്റെ സ്ഥിതി രോഗാദി ക്ലേശങ്ങൾക്ക് ഇട നൽകുന്നതിനാൽ രോഗാദി കാര്യങ്ങളെ ഗൗരവപരമായിട്ട് തന്നെ സമീപിക്കുക. ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നും വിഷവസ്തുക്കളിൽ നിന്നുള്ള ഭയത്തെ നാളത്തെ ദിവസം ശ്രദ്ധിക്കണം. ചൂടുള്ള വസ്തുക്കളും വൈദ്യുതി ആഘാതത്തിനൊക്കെ ഇട നൽകുന്നതിനാൽ ഇത്യാദി കാര്യങ്ങളും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്വാസകോശ സംബന്ധമായ ക്ലേശങ്ങളുള്ളവരോ ഹൃദയ സംബന്ധമായ ക്ലേശങ്ങളുള്ളവരോ നാളത്തെ ദിവസം വളരെ ഗൗരവമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രോഗം മൂർച്ഛിക്കാനൊരു സാഹചര്യം നൽകുന്നതിനാൽ ഇത്യാദി രോഗങ്ങളുള്ളവർ വൈദ്യസഹായവും കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെ കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. കുടുംബത്തിൽ സ്വജനങ്ങളുമായിട്ടോ സന്താനങ്ങളായിട്ടോ മാതാപിതാക്കളായിട്ടോ ഒക്കെ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനും സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനും സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. ജലസംബന്ധമായ അസുഖങ്ങളെയും നാളത്തെ ദിവസം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അഗ്നി സംബന്ധം, ജലസംബന്ധം, വൈദ്യുത സംബന്ധം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരദേശ യാത്രകൾ ചെയ്യുന്നവരും യാത്രാ സംബന്ധമായ രേഖകളൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നലെ പറഞ്ഞ ചിത്ര നക്ഷത്രക്കാരുടെ കൂറും ചോതി നക്ഷത്രക്കാരുടെ തുലാൻ രാശിക്കൂറിന്റെയും ഫലം ഇന്നലത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാമാന്യമായിട്ടുള്ള ഗ്രഹസ്ഥിതിയുടെ ഫലങ്ങളൊക്കെ ഈ 2 ഫലങ്ങളും ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും അനുഭവത്തിൽ വരിക. ആയതിനാൽ ചാരവശാൽ ഗ്രഹസ്ഥിതിയുടെ ഫലം ചോതി നക്ഷത്രക്കാർ ഇന്നലത്തെ വീഡിയോയും കൂടി കാണാൻ കൂടി ശ്രമിക്കുക. ദോഷശാന്തിക്കായിട്ട് നാളത്തെ ദിവസം വിശേഷമായിട്ട് ഷഷ്ഠി ദിവസം കൂടി ആയതിനാൽ സുബ്രഹ്മണ്യ ഭവന് പഞ്ചാമൃത നേദ്യം നടത്തുന്നതും ദേവീ ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നതും ദേവി മാഹാത്മ്യ മന്ത്രത്തിൽ അർച്ചന നടത്തുന്നതും ദോഷങ്ങളൊക്കെ നീങ്ങി ശുഭഫലത്തെ നൽകാനായിട്ട് ഉപകരിക്കും. പൊതുവായിട്ട് ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ പറ്റിയും അനുഷ്ഠാനങ്ങളെ പറ്റിയും 2 വാക്കുകൂടി നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുണ്ട്. നിരവധി പേർക്കുള്ള സംശയമാണ് ക്ഷേത്രത്തിൽ തൊഴുമ്പം എത്ര പ്രദക്ഷിണം ചെയ്യണം എന്ന്. ഏകം വിനായകെ ഗുര്യാൻ ദോസുരെ ത്രീനി ശങ്കരെ എന്നാണ് അതിന്റെ ആപ്തവാക്യം പ്രമാണം. ഗണപതി ഭഗവാൻ 1, സൂര്യഭഗവാൻ 2, ശിവഭഗവാന് 3, വിഷ്ണുവിന് 4, അരയാലിന് 7, ഭഗവതിക്ക് 5. ഇപ്രകാരമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്. അതിൽ സുബ്രഹ്മണ്യ ഭഗവാന് 5ഉം 6ഉം ആവാം. പ്രദക്ഷിണത്തിനും നിയമം പറയുന്നുണ്ട്. പാതാൽ പാതാനുഗം
അടിവെച്ച് വേണം പ്രദക്ഷിണം ചെയ്യാൻ. തൊഴുതു പിടിച്ച കൈകളോടുകൂടി ഭഗവത് വിചാരത്തോടുകൂടി ക്ഷേത്രത്തെയും ആ ഭഗവാനെയും പ്രദക്ഷിണം ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് പ്രദക്ഷിണം ചെയ്യുക. മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുക. മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്കാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നമസ്കാരം.